നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് 10ാം തരം പരീക്ഷ എഴുതുന്നത്. ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്തുടനീളം പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത് 26,000 അധ്യാപകരെ. യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. യമനങ്ങാട് കോടത്തൂർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയുണ്ടായ സംഘർഷം 4 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യത്തെ തുടർന്ന് BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. വാർത്തകൾ വിശദമായി. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷ നടത്തിപ്പിനായി ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ ഇതിനകം പൂർത്തിയായി. സംസ്ഥാനത്തുടനീളം 26,000 അധ്യാപകരെയാണ് പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചത്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7-ന് ആരംഭിച്ച് ഏപ്രിൽ 28-ന് പൂർത്തിയാക്കി മെയ് 3-ാം വാരത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്തുവാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. 1ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വ്യാഴാഴ്ചയും 2ാം വർഷ പരീക്ഷകൾ വെള്ളിയാഴ്ചയുമാണ് ആരംഭിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ഉം 2ഉം വർഷങ്ങളിലായി 8,60,000-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഇതിനായി കേരളത്തിലും പുറത്തുമായി 1984 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കി. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 6-ന് ആരംഭിച്ച് മെയ് 22-ഓടെ ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. ഗൾഫ് മേഖലയിൽ യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. യമനങ്ങാട് കോടത്തൂർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 4 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ നെല്ലിക്കത്തറ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ സായൂജ്, പുല്ലാമളപ്പ് കാക്കനാട് വീട്ടിൽ അജീഷ്, ചക്കിത്തറ തോട്ടുപുറത്ത് രാഗിൽ, നെല്ലിക്കത്തറ കണ്ണേങ്കാലത്ത് വീട്ടിൽ ജിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഗാനമേള കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന BJP പ്രവർത്തകരായ കടങ്ങോട്ടയിൽ ദിലീഷും ഉപ്പത്തിൽ അഭിനവ് എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. മുൻവൈരാഗ്യത്തെ തുടർന്ന് സംഘം ചേർന്ന് ആയുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. തലയ്ക്കും കാലിനും പരിക്കേറ്റ ദിലീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പാവർട്ടിക് ചിറക്കൽ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് ചൊവ്വാഴ്ച രാത്രി പിടികൂടിയത്. വടക്കേക്കാട് SHO രമേശ് നേതൃത്വത്തിൽ SI മൻസൂർ KP, CPOമാരായ പ്രദീപ്, റോഷൻ, റജിൻ ബൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇനി ഗുരുവായൂർ ഉത്സവവിശേഷം. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധ്യയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തിഗാനങ്ങളാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓർക്കസ്ട്ര ഒരുക്കിയത്. ആയിരങ്ങളാണ് ഗാനമേള ആസ്വദിക്കാനെത്തിയത്.
ഭക്തിഗാനമേള സമർപ്പണത്തിനെത്തിയ KS ചിത്രയെ ദേവസ്വം ആദരിച്ചു. ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിലവിളക്ക് ഉപഹാരമായി സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ പൊന്നാട അണിയിച്ചു. ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ KP സജിത്ത്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽ ജി നാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ എക്സ് സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ശ്രീഹരി പൂക്കോട്ടിലിന് എക്സ് ലൈഫ് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ സിനീഷ അനീഷിനെ എക്സ് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് മെമ്പർഷിപ്പ് നൽകി. എക്സ് പ്രസിഡന്റ് KP റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, എക്സ് പ്രവർത്തകരായ അനിൽ മൂത്തേടത്ത്, മോഹന ചിത്ര, വത്സൻ കളത്തിൽ, ഷാജി അതിരിങ്ങൽ, സ്റ്റീഫൻ ജോസ്, PK സാബിർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. ഗുരുവായൂർ നഗരസഭയിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S രാജലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ V അനൂപ്, ഷാനി റെജി, കൗൺസിലർമാരായ P രമേശ്, സുഷ ബാബു, ചന്ദ്ര രാമകൃഷ്ണൻ, ആതിര രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായിച്ചപ്പോൾ കണ്ടത്, അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടിയും ഈ വാക്സിനും കൊടുക്കുന്നതിന് വേണ്ടി ഇതൊരു നല്ല ഒരു പരിപാടിയായിട്ട് നമുക്ക് നമ്മുടെ വാർഡുകളിൽ നല്ല രീതികളിൽ ഒരു ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞു. കാണുവാനില്ല. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശിയും മന്ദലാങ്കുന്നിൽ താമസക്കാരനുമായ തേൻകുളം അബൂബക്കർ മൗലവി മകൻ സഹദ് എന്ന മുഹമ്മദ് സഹദുവിനെ കാണുവാനില്ലെന്ന പരാതി എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലോ അറിയിക്കണം. ഫോൺ നമ്പറുകൾ 94 97 94 72 06, മറ്റൊരു നമ്പർ 98 47 02 74 03. ആലൂർ പുറവക്കോട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം നടന്ന നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി എടക്കളത്തൂർ പൈനാടുമന ഹരിനാരായണൻ നമ്പൂതിരിയും കാർമ്മികരായി. രാവിലെ 11:30 മുതൽ ബ്രഹ്മരക്ഷസ ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാദസ്വരത്തിന്റെയും വർണ്ണക്കാവടികളുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനം ഒരുക്കിയിരുന്നു. രാത്രി 11:15 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടികൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. രാത്രി 1 മണി വരെ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശശി കോട്ടയിൽ, ഷിജു പുല്ലാനി പറമ്പത്ത്, ദിനേശ് മുള്ളനാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് നേതൃത്വം നൽകി. ചാലശ്ശേരി കവക്കോട് ശ്രീ കുളത്താണി വിഷ്ണുശാസ്ത ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. രാവിലെ 4-ന് നട തുറന്ന ശേഷം വിശേഷാൽ പൂജകളുണ്ടായി. മേൽശാന്തി മംഗലത്ത് നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പട്ടിശ്ശേരി കൃഷ്ണകൃപ സംഘത്തിന്റെ തിരുവാതിരക്കളി, നടക്കൽ, പറവെപ്പ് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. വാദ്യകലാകാരന്മാരായ കവുക്കോട് മണി, തിച്ചൂർ സുധി, വരവൂർ അപ്പു, ആലങ്കോട് വേണു, കടവലൂർ മോഹൻമാർ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യവും മേളത്തിൽ ആലിക്കര ഉണ്ണികൃഷ്ണനും നേതൃത്വം നൽകി. ഗജവീരൻ വടക്കുന്നാഥൻ ശിവൻ ദേവിയുടെ തിടമ്പേറ്റി. തുടർന്ന് 13ഓളം ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. രാത്രിയിൽ ദീപാരാധന, ചുറ്റുവിളക്ക്, ആലിക്കര ഗൗരിദാസിന്റെ തായമ്പക,
എന്നിവ അരങ്ങേറും. പിന്നീട് കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കേളി എന്നിവ നടക്കും. രാത്രി 8-ന് കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റിയുടെ ഗാനമേള അരങ്ങേറി. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് താളത്തോടുകൂടി ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. പൂരാഘോഷത്തിന് കുളത്താണി ദേവസ്വം കമ്മിറ്റി പ്രസിഡന്റ് കെ ശങ്കരൻ നായർ, സെക്രട്ടറി കെ രവീന്ദ്രൻ, ട്രഷറർ ഗോവിന്ദൻ നായർ തുടങ്ങിയ ദേവസ്വം കമ്മിറ്റി നേതൃത്വം നൽകി. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം നടന്നു. പ്രേക്ഷക പ്രശംസ നേടിയ വ്യത്യസ്തമായ നാടകാവതരണമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾക്ക് ശേഷം ഒട്ടേറെ പുതുമകളോടെ ഒരുക്കുന്ന ഒറ്റക്കാള നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് പ്രശസ്ത ചലച്ചിത്ര താരം ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27-ന് ആദ്യ അവതരണത്തിനൊരുങ്ങുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് പ്രദീപ് നാരായണനാണ്. പ്രശസ്ത എഴുത്തുകാരനായ മുസ്തഫ പെരുമ്പറമ്പത്ത് എഴുതിയ ജ്യോതിർഗമയ, പ്രദീപ് നാരായണൻ എഴുതിയ സുലോചനയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ ചെറുകഥകളും കുറച്ച് നാട്ടുവിശേഷങ്ങളും ചേർത്താണ് ഒറ്റക്കാള ഒരുക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള 50ഓളം നാടകങ്ങൾ 2014 മുതൽ രംഗത്തെത്തിച്ച് അമേച്ചർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ നാടക സംഘത്തിന്റെ ഏറ്റവും പുതിയ നാടകത്തിന്റെ രചന പ്രശസ്ത നാടകകൃത്ത് സജീവൻ പ്രദീപൻ നിർവഹിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ നാടകപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശീലന കളരികളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിരന്തരമായി സംഘടിപ്പിക്കുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലിയാണ് നേതൃത്വം നൽകുന്നത്. ഈ പ്രദേശത്തെ 20ഓളം നാടകപ്രവർത്തകർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു. പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവ്, ലൈറ്റ്സ് സുരേന്ദ്രൻ തില്ലാന, മ്യൂസിക് എക്സിക്യൂഷൻ അൻസാർ അബ്ബാസ്, ആർട്ടിസ്റ്റ് കോർഡിനേഷൻ സുനിൽ ചന്ദ്രൻ, ഓഫീസ് നിർവഹണം സത്യൻ കണ്ടാണശ്ശേരി എന്നിവരാണ് നാടകത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവർട്ടി സെന്റ് ജോസഫ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ എ അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകം അധ്യാപകനായ റാഫി നീലങ്കാവിൽ വിദ്യാലയത്തിന് സമർപ്പിച്ചു. പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. പ്രധാന അധ്യാപകൻ PF ജോസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി AD തോമസ് നന്ദി പറഞ്ഞു. റാഫി നീലങ്കാവിലും പ്രശാന്ത് മാധവനും ചേർന്നാണ് വർഷങ്ങളോളം പരിശ്രമിച്ച് സമാഹരിച്ച ലേഖനങ്ങൾ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് പ്രസിദ്ധീകരിച്ചത്. CPM പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇറാൻ US ഇസ്രായേൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ട, സ്റ്റോപ്പ് വാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമാധാനത്തിനായി CPM പാലുവായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാമബസാറിൽ നടന്ന കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MA ഷാജി, PK നൌഫൽ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് സലഫി മസ്ജിദ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഹിഫ്ള് കോളേജ് പ്രഖ്യാപനവും ഇഫ്താർ സംഗമവും വ്യാഴാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപാഠമാക്കാൻ ജില്ലയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സൗകര്യപ്രദമായ കേന്ദ്രം എന്ന നിലയിലാണ് പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വടക്കേക്കാട് റെസിഡൻഷ്യൽ ഹിഫ്ള് കോളേജ് ആരംഭിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ നടത്തുന്ന ഹിഫ്ള് കോളേജിന്റെ പ്രഖ്യാപനവും തുടർന്നു നടക്കുന്ന ഇഫ്താർ സംഗമവും തൊഴിയൂർ നമാസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കും. ഹിഫ്ള് കോളേജ് പ്രഖ്യാപനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൾ ലത്തീഫ് മദനി നിർവഹിക്കും. മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തുന്ന വേദിയിൽ ഷമീർ മദീനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജമാൽ പുന്നിയൂർകുളം എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പുന്നിയൂർക്കുളം, വടക്കേക്കാട് സലഫി മസ്ജിദ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഷക്കീർ ചേമ്പത്ത്, വിസ്ഡം യൂത്ത് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ വാഹിദ്, വടക്കേക്കാട് സലഫി മസ്ജിദ് ഇമാം അനീസ് റഹ്മാൻ ഇസ്ലാഹി, വിസ്ഡം വടക്കേക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് മുളക്കാഞ്ചേരി, ഇർഷാദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് പെരിയമ്മാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തിസാന്ദ്രം. ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ എംബ്രാന്തരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ഗ്രാമിക ഫോക്ക് ബാൻഡിന്റെ നാടൻ പാട്ടുകൾ അരങ്ങേറി. ചൊവ്വാഴ്ച 3 മണിക്ക് മുണ്ടത്രക്കോവ് അയ്യപ്പൻ കാവിൽ നിന്ന് പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൊമ്പൻ ചിറക്കൽ കാളിദാസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കലാനിലയം സനീഷും സംഘവും നയിച്ച മേളവും അനീഷ് കറുകുറ്റിയുടെ തായമ്പകയും ഉണ്ടായി. വൈകിട്ട് പാക്കനാർ ഹരിജൻ വേലയും പ്രാചീന കലാരൂപങ്ങളും ക്ഷേത്രമുറ്റത്ത് എത്തിച്ചേർന്നു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും പൂരാഘോഷ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി.
ഇറാന് നേരെയുള്ള യുദ്ധങ്ങൾക്കെതിരെ വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൃശൂർ ടൗണിൽ നൈറ്റ് മാർച്ച് നടത്തി. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. US ഇസ്രായേൽ കൂട്ടുകെട്ടിലൂടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും ലോകത്തിന്റെ മൗനം വലിയ അപകടമാണെന്നും മാനവികതയുടെ പിന്തുണ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് തറയിൽ അധ്യക്ഷത വഹിച്ചു. ഉമേറ KS, PB ആരിഫ്, EA റഷീദ്, ഹംസ എളനാട് എന്നിവർ സംസാരിച്ചു. റഫീഖ് PH, ഷമീറ നാസർ, സുലൈഖ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. NREG വർക്കേഴ്സ് യൂണിയൻ പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാറയമ്പാടം പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ചും തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടും കൊണ്ട് നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ ഏരിയ സെക്രട്ടറി ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിജിത പ്രജി അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM നാരായണൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്രീജ മണികണ്ഠൻ, ശൈലജ, NREG വർക്കേഴ്സ് സംഘങ്ങൾ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. മാർച്ച് 8 ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിക്കുന്നു. ജീവിതശൈലി രോഗ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഷുഗർ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവയിൽ നിന്ന് മോചനം നേടുവാനായി 1 മാസത്തെ സൗജന്യ യോഗ പരിശീലനമാണ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 6 മണി, 7 മണി, 9:30 എന്നീ സമയങ്ങളിലും വൈകിട്ട് 6:30-ക്കുമായിരിക്കും യോഗ പരിശീലനം നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 92 88 19 22 54 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പുന്നയൂർ മന്ദലാംകുന്ന് ഡ്രാഗൺ കരാട്ടെ ക്ലബ്ബ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. കരാട്ടെ ക്ലബ്ബ് ടെക്നിക്കൽ ഡയറക്ടർ ആൻഡ് ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ മുഹമ്മദ് സാലിഹ് അധ്യക്ഷത വഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് മെമ്പർമാരായ TA ആയിഷ, സീനത്ത് എന്നിവർ മുഖ്യാതിഥികളായി. സുരേന്ദ്രൻ മറയ്ക്കാൻ, PS അലി, TK ഉസ്മാൻ, KK ഷുക്കൂർ, അസീസ് മന്ദലാകുന്ന, KK ഷറഫുദ്ദീൻ, തൊൽഫത്ത്, അർഷക്ക്, അതുൽ കൃഷ്ണ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. സെൻസായി KCM ബാദുഷ സ്വാഗതവും സെൻസായി തഹ്സീന നന്ദിയും പറഞ്ഞു. ഇയാൾ നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷം പ്രശസ്ത ഗായിക പത്മഭൂഷൺ KS ചിത്ര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തേരസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTIയിൽ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന MV തോമസിനെയും മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ജൂബിലി കേക്ക് മുറിക്കൽ, അതിഥി ആദരം, സമ്മാനദാനം എന്നിവ നടന്നു. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ കുട്ടികളെ KS ചിത്ര ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡ് മെമ്പറും എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ PA ഉണ്ണികൃഷ്ണൻ, നിർമ്മൽ റാണി പ്രൊവിൻസിന്റെ വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിൻസ മരിയ പരക്കാടൻ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജീൻ മേരി, PTA വൈസ് പ്രസിഡന്റ് ഉണ്ണിമായ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പെരുമ്പില വൻസ്റ്റാർ സ്കൂളിൽ നടത്തിയ മലർവാടി മഴവിൽ ചിത്രരചന മത്സര ജേതാക്കളെ അനുമോദിച്ചു. ജില്ലാ ഏരിയ വിഭാഗങ്ങളിലെ വിജയികൾക്കുള്ള അനുമോദന യോഗം പ്രിൻസിപ്പൽ ഷൈനി ഹംസ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലെവൽ വിജയികളായ സെയിൻ ഹംദ, ഫിസ M മറിയം, മിന്ന K യഷ്കൂർ, ഐറ ബിൻത്ത് ഷാഹിർ, ഫാത്തിമ അഷ്ലിൻ എന്നിവർക്കുള്ള ഉപഹാരം പ്രിൻസിപ്പൽ ഷൈനി ഹംസ വിതരണം ചെയ്തു. ജൂനിയർ പ്രിൻസിപ്പൽ ബബിത ഉണ്ണികൃഷ്ണൻ, മലർവാടി മെന്റർ അസീസ് TP, KR രവ്യ, നിമ്മി, സലീന ഖാദർ, ഷബിത MM എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർമാരായ കൃഷ്ണവേണി, ഷാഹിദ KP, ഷഫ്ന മുസ്തഫ, ഷെസ ഫാത്തിമ, അബ്ദുൾ അസീം, ഷയാൻ ഷംനാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൗസിൽ ചർച്ചാവേദി സംഘടിപ്പിച്ചു. ആഗോള അഹമ്മദിയ മുസ്ലിം ജമാത്തിൽ ചേരുവാനായുള്ള നിബന്ധനയായ ബൈഅത്തിന്റെ നിബന്ധന എന്ന വിഷയത്തിലായിരുന്നു ചർച്ച നടത്തിയത്. ഇമാം മഹദി ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഗാദിയാനി വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളെ ക്രോഡീകരിച്ചുകൊണ്ട് നിർമ്മിച്ച 10 നിബന്ധനകളിലെ ആദ്യത്തെ 3 എണ്ണത്തെ കേന്ദ്രീകരിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ആളൂർ അഹമ്മദിയ മിഷണറിയായ മൗലവി ഗുലാം അഹമ്മദിന്റെ നേതൃത്വത്തിൽ അത്ഹർ അഹമ്മദിന്റെ ഖുർആൻ പാരായണത്തോടെ ആരംഭിച്ച ചർച്ചാവേദിയിൽ ആളൂർ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, വയോജന സംഘടനാ പ്രസിഡന്റ് അബ്ബാസ്, യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദിനടങ്ങിയ ചർച്ചാ പാനൽ അംഗങ്ങൾ സദസ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി.
ലോക ഗ്ലോക്കോമ വാരാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 15 വരെ ഗുരുവായൂർ, തൃശൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ ബ്രാഞ്ചുകളിൽ സേവനം ലഭ്യമാകും. സൗജന്യ നേത്രപരിശോധന, ഗ്ലോക്കോമ ടെസ്റ്റ്, ഗ്ലോക്കോമ ഉള്ളവർക്ക് ആവശ്യമായ സ്കാനിംഗ് എന്നിവ സൗജന്യമാകും. ശസ്ത്രക്രിയയ്ക്കും കണ്ണടകൾക്കും 15% കിഴിവും നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 98 46 87 82 22 മറ്റൊരു നമ്പർ 92 07 75 89 16 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,080 രൂപ, സ്വർണം പവന് 1,20,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം പഴഞ്ഞി ചെറുതുരുത്തി കോടത്തൂർ വീട്ടിൽ ലീല നിര്യാതയായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ കേശവൻ ഭർത്താവും ഷാജൻ, സതീശൻ, ശൈലജ, ഷീജ എന്നിവർ മക്കളുമാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ മുൻ ലൈബ്രറിയനും കവിയും സാഹിത്യകാരനുമായ മറ്റം കണ്ടിയൂർ ശങ്കർജി മറ്റത്തിന്റെ മകനുമായ കീർത്തി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ദീപയാണ് ഭാര്യ. ആർദ്ര, ആർഷ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാരിയൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം കാരക്കാട്ട് ശശി നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശാരദയാണ് ഭാര്യ. ശബ്ന, ശാന്തി, ശ്യാം, ശ്രീകുമാർ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് 10ാം തരം പരീക്ഷ എഴുതുക. ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായി. സംസ്ഥാനത്തുടനീളം പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചത് 26,000-ലധികം അധ്യാപകരെ. യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. ഞമനങ്ങാട് കോടത്തൂർ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷം. 4 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുൻവൈരാഗ്യത്തെ തുടർന്ന് BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തി ഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.